മാസായി വീണ്ടും ശ്രീനാദേവി ഈ മാലിന്യം രാജൻ ജോസഫ് എന്ന മാലിന്യത്തെ അറസ്റ്റിലാക്കി. അതായത് നമ്മുടെ യൂട്യൂബ് സ്പേസിലടക്കം നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കുന്നുണ്ട്. പക്ഷേ അസഭ്യവും ആഭാസവും പറയുന്ന, വീട്ടിലിരിക്കുന്ന ആൾക്കാരെ തെറി പറയുന്ന ഒരു മാലിന്യമാണ് ഈ രാജൻ ജോസഫ് പറയുന്ന വ്യക്തി. അതായത് ഒരു മഞ്ഞപ്പത്രക്കാരൻ അല്ലെങ്കിൽ മഞ്ഞപ്പത്രക്കാരനേക്കാൾ താഴെ നിലവാരത്തിലുള്ള ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയെ അറസ്റ്റിലാക്കി ശ്രീനാദേവി. എന്നിട്ട് ശ്രീനാദേവി ജയിലിനകത്ത് കയറി, അല്ലെങ്കിൽ നമ്മുടെ പോലീസ് സ്റ്റേഷനകത്ത് കയറി ജയിലിനകത്ത് കിടക്കുന്ന, കസ്റ്റഡിയിൽ കിടക്കുന്ന രാജൻ ജോസഫിനോട് സുഖമല്ലേ ചേട്ടാ എന്ന് ചോദിക്കുകയുണ്ടായി. ആരാ ഇത് പറഞ്ഞത്? രാജൻ ജോസഫ് തന്നെയാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എന്തായാലും ആ രാജൻ ജോസഫ് ഒരുപാട് കാലമായി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയൊക്കെ ഏറ്റവും കൂടുതൽ അപവാദ പ്രചരണം നടത്തിയത് ഈ രാജൻ ജോസഫാണ്. ശ്രീ ഷാഫിക്കെതിരെ, രാഹുലിനെതിരെ. ഞാൻ പ്രതികാരം ചോദിക്കുന്നതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ മർദ്ദിക്കുകയും ചെയ്തു, ഇദ്ദേഹത്തെ അടിക്കുകയും ചെയ്തു. അതൊന്നും എന്താ പറയുന്നത്, ഒരു കാരണവശാലും നമ്മളങ്ങനെ പ്രതികാരം ചോദിക്കരുത് എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ്. ആ നിയമത്തിൻ്റെ പാതയിൽ തന്നെ പോകണം. പക്ഷേ അത്രമാത്രം ആഭാസവും അസഭ്യവും പറയുന്ന ഒരു വ്യക്തിയാണ് ഇതെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഇദ്ദേഹത്തിന്റെ കേൾക്കാൻ കഴിയുന്ന ഒരു സാധനം നമുക്ക് കേൾക്കാം. അമ്മായിയുടെ മറ്റേടത്ത് പോകും അതെന്ന് പറയാനുള്ള പിന്നെ അവരെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടത്തില്ല എന്നുള്ളതാണ് അറിയാൻ വയ്യാത്ത. ഒരു കാരണവശാലും കായികമായിട്ട് ഒരാളെ മർദ്ദിക്കുന്നത് ശരിയല്ല, ഒരു കാരണവശാലും ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്നത് ശരിയല്ല. പക്ഷേ അത്രമാത്രം ജനങ്ങളെ വെറുപ്പിച്ചിട്ടുള്ള ഒരു മഞ്ഞപ്പത്രത്തിനേക്കാൾ നിലവാര താഴ്ചയുള്ള ഒരു വ്യക്തിയാണ് എന്ന കാര്യത്തിൽ സംശയവുമില്ല. അതായത് ഇതാണ് രാജൻ ജോസഫിനെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്നതും മറ്റും. അപ്പോൾ 30ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വളഞ്ഞു നിന്നാണ് ചെയ്തത്. ഗാന്ധിജിയുടെ പാർട്ടിയാണ്, നിങ്ങളങ്ങനെ ഒരു വയലൻസിൻ്റെ വഴിയിലേക്ക് പോകരുത്. തീർച്ചയായിട്ടും ഇദ്ദേഹത്തെ പോലുള്ള, ഇദ്ദേഹം ഒന്നും പോലും വിളിക്കില്ല, ഇതുപോലത്തുള്ള മാലിന്യങ്ങൾ എന്ന് ഷീന പറയുന്ന ആ വാക്ക് വളരെ കറക്റ്റുമാണ്. എന്നെക്കുറിച്ചടക്കം നമ്മുടെ വീട്ടുകാരെ കുറിച്ചടക്കം അസഭ്യ ആഘോഷം പറയുന്നുണ്ട്. ഈ എന്താ പറയുന്നത്, ഞാൻ അത് മൈൻഡ് ചെയ്ത് പോലുമില്ല. ഇത്തരം വിവരമില്ലാത്തവർ എന്ത് വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിച്ചു പോലുമില്ല. ശ്രദ്ധിക്കുന്നത് പോലും അവർക്കൊരു വാല്യൂ ആണ്. നമ്മൾ ആ വാല്യൂ കൊടുക്കേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ എല്ലാ കാലത്തും പിണറായി ഭരിക്കുമെന്നൊന്നും ആരും വിചാരിക്കരുത്. അതായത് ഇതിൻ്റെ പ്രശ്നം, എല്ലാ കാലത്തും അനീതി ചെയ്യുന്ന ഗവൺമെൻറ്റുകൾ ഉണ്ടാവുമെന്ന് ആരും വിചാരിക്കരുത്. നീതി ചെയ്യുന്ന ഗവൺമെൻറ് ഉണ്ടാവും എന്നുള്ളതാണ്. ശ്രീന തന്നെ ആ കാര്യം പങ്കുവച്ചിട്ടുണ്ട്. ശ്രീന പക്ഷേ നല്ല രീതിയിൽ തന്നെ പുള്ളിക്ക് അടി കിട്ടുന്നതിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ശ്രീന പറയുന്നത്, എനിക്ക് ശ്രീനയുടെ മാസ് ഡയലോഗാണ്. പത്തനംതിട്ടയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അടൂരിൻ്റെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി യൂട്യൂബർ രാജൻ. മഞ്ഞപ്പത്രക്കാരൻ രാജൻ എന്നുള്ളതാണ് കറക്റ്റ്. ശ്രീനയുടെ മര്യാദ കൊണ്ട് അങ്ങനെ വിളിക്കുന്നു. വെല്ലുവിളികളുടെ ഒറ്റമുറി മൊബൈൽ ലോകത്തു നിന്നും റിയാലിറ്റിയുടെ സ്പന്ദനങ്ങൾ പേറുന്ന അടൂർ പോലീസിന്റെ അറസ്റ്റ് നടപടികൾ പൂർത്തിയാകുന്നു. അടൂരിന്റെ മണ്ണിൽ രാജന് ഊഷ്മളമായ സൽക്കാരമൊരുക്കിയ പ്രിയപ്പെട്ടവർക്ക് ഹൃദയാഭിവാദ്യങ്ങൾ. ഇനിയും വരില്ലേ രാജൻ അടൂരിലേക്ക് എന്ന് ചോദിച്ച്. പിന്നെ ശ്രീനയുടെ പരാതിയിൽ 21ഓളം ദിവസം പുള്ളി ഒളിവിലായിരുന്നു. അപ്പം കസ്റ്റഡിയിലെടുത്തു. ശ്രീനയുടെ തന്നെ പല ഇതുകൊണ്ട് അവിഹിത കഥകൾ സൃഷ്ടിച്ച് വീഡിയോകളാക്കി ദുഷിച്ച നാവിലൂടെ അത് സമൂഹ മാധ്യമങ്ങളിൽ വിറ്റ് വരുമാനം തേടി അതേ വായി കൊണ്ട് ഭക്ഷിച്ചിരുന്ന മാലിന്യം രാജൻ അറസ്റ്റിലായി. എറണാകുളത്ത് അറസ്റ്റ് ചെയ്തു. പിന്നെ ഏറ്റവും അതിൽ വായിക്കാൻ കഴിയുന്ന കാര്യങ്ങളെല്ലാം വായിക്കുകയാണ്. ഇന്നലെ രാത്രി 10:30 അടൂർ പോലീസ് സ്റ്റേഷനിലെത്തി ഞാൻ ആ മാലിന്യത്തെ നേരിട്ട് കണ്ടു. ക്ലോസറ്റ് സൗകര്യമുള്ള ലോക്കപ്പ് മുറിയിൽ സമാനമായ വായോടുകൂടി ജീവിക്കുന്ന ടിയാൻ നിലത്ത് ഇരിപ്പുണ്ടായിരുന്നു. 2 വാക്കുകൾ സംസാരിച്ചു, പരിചയപ്പെട്ടു, തിരികെ പോരുന്നു. ഇന്നലെ ലോക്കപ്പിൽ നിലത്ത് കിടന്നുറങ്ങിയെന്നറിയുന്നു. ഉറക്കം സുഖമായിരുന്നു എന്ന് ഉറപ്പാക്കിയിരുന്നു. അടൂരിൽ എന്ത് സുഖക്കുറവുണ്ടെങ്കിലും പരിഹരിക്കും. പത്തനംതിട്ട ബോർഡർ കടന്നാൽ രാജന്റെ സുഖകരമായ അക്കോമഡേഷൻ ഞങ്ങൾ ഉറപ്പിക്കുകയും ചെയ്യും. സാധാരണ കോൺഗ്രസ്സുകാർ പറയാത്ത ഇതാണ്. എൻ്റെ ഇനി 2 ശ്രീന ആകെ മാസ് മോഡിലാണ്. എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അടക്കമുള്ള അവരുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട്, ഈ ഫോട്ടോയും കൂടെ പങ്കുവെച്ചുകൊണ്ട് പാർട്ടി കൊണ്ട് ലഭിച്ച സൗഹൃദങ്ങൾ, തങ്ങൾക്ക് വേണ്ടി നിന്നവർക്ക് വേണ്ടി ആരും നിൽക്കുമെന്നതിന് കാലമാണ് തെളിവ്. അടൂരിലെ പാർട്ടിയുടെ പട്ടാളം എന്ന് പറഞ്ഞ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും ഫെനിയുടെയും കൂടെ എല്ലാ ചിത്രങ്ങളും അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ പ്രശ്നം, നമുക്ക് ഒരു മൊബൈലും ക്യാമറയും ഉണ്ടെന്ന് പറഞ്ഞ് എന്ത് അസഭ്യവും ആഭാസവും വിളിച്ചു പറയാം. തർക്കങ്ങൾ ഉണ്ടാകും, എതിർവാദങ്ങൾ ഉണ്ടാകും, അങ്ങോട്ടും ഇങ്ങോട്ടും ഷൗട്ട് ചെയ്യും. പക്ഷേ വീട്ടിലിരിക്കുന്നവരെ പറയുന്നതും അസഭ്യം പറയുന്നതും ആഭാസം പറയുന്നതും മഞ്ഞപ്പത്രക്കാരനാകുന്നതും അല്ലെങ്കിൽ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തകൾ പറയുന്നതും ഒക്കെ അല്ലെങ്കിൽ വ്യാജ വാർത്തക്കാരൻ സൃഷ്ടിക്കുന്നത്, ഒരു വ്യാജ വാർത്തക്കാരനാണ് ഈ രാജൻ ജോസഫ്. അപ്പോൾ സൃഷ്ടിക്കുന്നതിലൊന്നും ഒരു ന്യായവും മെറിട്ടുമില്ല.
അപ്പോൾ എന്തായാലും അതിശക്തമായ രീതിയിൽ ശ്രീനെ അത് പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് യൂത്ത് കോൺഗ്രസ്സുകാരോട് പറയാനുള്ളത്, എനിക്ക് ആ പട്ടാളത്തെ കാര്യമായിട്ട് ഇഷ്ടപ്പെടും. നമ്മുടെ ഫെനിയൊക്കെ ഉണ്ട്, രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, ഫെനിയുണ്ട്. കായികമായി കൈകാര്യം ചെയ്യുന്നതിനപ്പുറം നമ്മൾ കൂടുതൽ ആശയപരമായി കൈകാര്യം ചെയ്യണം, നിയമത്തിൻ്റെ കണ്ണിലൂടെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ്. എന്തായാലും ശ്രീനയുടെ ആ മാസ് നടപടി അഭിനന്ദനം അർഹിക്കുന്നതാണ്. എന്തായാലും ശ്രീന രസമുള്ളൊരു നേതാവാണ്, അത് പറയാതിരിക്കാൻ കഴിയില്ല. ശ്രീന വളരെ കൗതുകം തോന്നുന്ന രസമുള്ളൊരു നേതാവാണ്. ഇന്നലെ രാജൻ ജോസഫിൻ്റെ ഒരു വീഡിയോയും കൂടെ ഞാൻ ശ്രദ്ധിച്ചു. അയാളെ ശ്രദ്ധിക്കാറില്ല, അയാൾ ഇറലവൻറ്റും ഇറസ്പോൺസിബിളുമായ ഒരാളാണ്. ശ്രീനെക്കുറിച്ച് വളരെ ഏറ്റവും കൂടുതൽ മയത്തിലും മറ്റും പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ശ്രീന മര്യാദ പഠിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായൊരു കാര്യമാണ്.